നമസ്കാരം. ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളിനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ നമുക്ക് സ്വന്തമാക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഇതേ ഒരു ആഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഇതേ ആവശ്യമുള്ള ധാരാളം ആൾക്കാർ നമുക്ക് ഉണ്ടാവുമെന്നറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു മന്ത്രം നമുക്കിവിടെ പറയുന്നുണ്ട്. അതായത് ആ മന്ത്രത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാണേശി മന്ത്രം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ശരീരമൊക്കെ ശുദ്ധവൃത്തിയായിട്ട് നമുക്ക് മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ട്. ഇതിൽ ഛന്ദസ് തൊട്ട് നമുക്ക് മന്ത്രങ്ങൾ ജപിക്കേണ്ട അവസ്ഥകൾ ചില മന്ത്രങ്ങൾക്ക് പറയാറുണ്ട്. മിക്ക മന്ത്രങ്ങളും ഛന്ദസ്സുണ്ട്. ഇനി ഛന്ദസ് ഇല്ലാതെ ജപിക്കേണ്ട മന്ത്രങ്ങളും ഉണ്ട്. നമുക്കത് ഗുരു ഉപദേശത്തോടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഈ മന്ത്രത്തിന് ഇപ്പോൾ എന്തായാലും ഛന്ദസ് ഇല്ലാതെ ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. അതിൻ്റെ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ദ്രാം ദ്രീം ക്ലിം ബ്ലും സ. ഒന്നുകൂടെ പറയാം. ഓം ദ്രാം ദ്രീം ക്ലീം ബ്ലും സ. അതായത് ബാണേശി മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിനെ പറയുന്നത്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ മന്ത്രത്താൽ തൈരിനകത്ത് കുഴച്ച മലര് നമുക്ക് ഹോമം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്ലാശിൻ ചമത തേനിനകത്ത് മുക്കി ഹോമിക്കാറുണ്ട്. അശോകത്തെറ്റിപ്പൂവ് നാര് കളഞ്ഞിട്ട് നമുക്ക് തൈരിനകത്ത് മുക്കി നമ്മൾ ഹോമിക്കാറുണ്ട്. അതുപോലെ തന്നെ കുവളച്ചമതയുടെ മുള്ള് കളഞ്ഞ ശേഷം മുത്തം നമുക്ക് നെയ്ക്കകത്ത് മുക്കി മന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കാറുണ്ട്. അപ്പം അങ്ങനെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണിത്. ഇതൊക്കെ ഗണപതി ഹോമത്തിനകത്ത് ചെയ്യുന്ന ക്രിയാഭാഗമായിട്ട് പറയപ്പെടാറുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഈ ബാണേശി ഹോമം ദേവിയായിട്ടാണ് പറയപ്പെടുന്നത്. ബാണേശി ദേവിയാണ്. അപ്പോൾ ആ ബാണേശി ദേവിക്ക് ബാണേശി ഹോമവുമായിട്ട് നമ്മൾ ശുഭ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം, പൗർണമി ദിവസം ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഭഗവതി സങ്കല്പത്തിൽ നമുക്ക് കിഴക്ക് ദർശനമായിരുന്നിട്ട് നമുക്കതിൻ്റെ പത്മങ്ങളൊക്കെ ലേഖനം ചെയ്ത് നമുക്ക് ഹോമമായിട്ടോ പൂജയായിട്ടോ ഒക്കെ നമുക്ക് ഈ ആരെയാണോ നമുക്ക് സ്വന്തമാക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണോ നമുക്ക് വിവാഹം കഴിക്കേണ്ടത്, അപ്പം അങ്ങനെയുള്ള ആളിന് വിവാഹം നടക്കാത്തവരായാലും ഈ പറഞ്ഞ മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ ഹോമങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ മന്ത്രം പതിവായിട്ട് ജപിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ 36, 54, 108, 336, 588, 1008 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ അവന് പറ്റാവുന്ന അത്രയും സംഖ്യ ജപിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കാൻ ഉള്ള യോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് പണ്ഡിത പദമായിട്ടൊക്കെ പറയപ്പെടുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്തോ ഒരു ദൈവാധീനം നമ്മൾ ചിന്തിക്കണം. നമുക്കത് കിട്ടാൻ യോഗം ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ. ഓരോ അരിമണിയിലും അവരവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്കത് കിട്ടാൻ യോഗം കൂടെ വേണം. ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി കിട്ടാൻ യോഗം ഉണ്ടെങ്കിലേ നമുക്ക് കുന്തൻ്റെ കൂടെ തള്ളെന്ന് പറയുന്ന പോലെ നമ്മൾ ഈശ്വര ഭജനം നടത്തുകയും അപ്പോൾ ആ ജാതകവശാൽ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മിശ്രവിവാഹ ഇൻ്റർകാസ്റ്റുമായി യോഗമുള്ള ഒരാൾ നമുക്ക് അറേഞ്ച്ഡ് മാരേജ് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പോൾ എഞ്ചിനീയർ ആവാൻ യോഗമുള്ള ഒരാൾ ഡോക്ടർ ആവാൻ പോയാൽ പറ്റുമോ? പറ്റത്തില്ല. അവരവരുടെ ജാതകത്തിൽ അത് ലഭിക്കാൻ യോഗമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലർക്കാണെങ്കിൽ മുജ്ജന്മ ബന്ധങ്ങൾ കാണും. കഴിഞ്ഞ ജന്മം ഭാര്യാഭർത്താക്കന്മാരിരുന്നവരെ ഈ ജന്മത്തിലും ഭാര്യാഭർത്താവായിട്ട് ഇരുന്നേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു യോഗം ജാതകത്തിലുണ്ട് എങ്കിൽ ഈ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതേ യോഗം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിനും ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും പ്രശ്നമായിട്ടൊരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയി നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ജ്യോതിഷനെ അടുത്ത് പോയി നോക്കണം. ഫോണിൽ കൂടെ ചോദിക്കരുത്, നമ്മുടെ ആവശ്യകതയാണ്. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.